ഇത് അമ്പഴങ്ങയാണെന്ന് അറിയാത്തവരും ഉണ്ട്, അറിയുന്നവരും ഉണ്ട്. പിന്നെ ദേ ഇത് പുളിഞ്ചിക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പുളിഞ്ചിക്ക എന്ന് പറയും. അപ്പൊ പുളിഞ്ചിക്ക ഉണ്ട്. പിന്നെ ദേ റെഡ് ലേഡി പപ്പായയാണ്. റെഡ് ലേഡി പപ്പായൊക്കെ നമ്മുടെ ഫാമിലി മിക്കവാറും ദിവസങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഐറ്റം ആണ് റെഡ് ലേഡി പപ്പായ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിന്റെ തൈ വീട്ടിൽ വെച്ച് വളർത്തേണ്ടതും ഉണ്ട് കേട്ടോ. നല്ല ഒരു പപ്പായയാണ്. നാടനെ പോലത്തെ ടേസ്റ്റ് അല്ല. ഇത് ജാതിക്ക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പണ്ടെല്ലാ വീടുകളിലും കാണുന്നതാണ്. അപ്പം ഇത് നാരങ്ങ. നാരങ്ങയുടെ തൈകളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ, പിന്നെ ഇനി കാണിക്കാൻ പോണ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്തിനാ കാണിച്ചതെന്ന് വെച്ചാല് ചെമ്മീന്റെ ടൈമില് അച്ചാറ് നന്നായിട്ട് നമുക്ക് സെയില് പോയൊരു സംഗതിയായിരുന്നു. അതിനുശേഷം നിരന്തരം ആളുകൾ നമ്മളോട് പിക്കിൾസ് ഉണ്ടോ ഏത് തരം ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പേരിന് പോലും പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ അത്യാവശ്യം വിനിഗർ മാത്രം യൂസ് ചെയ്തുകൊണ്ട്, അത് നിങ്ങൾ അറിയാലോ, ഒരുപാട് പേര് കേട് വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. മിക്കവരും അച്ചാറിൽ യൂസ് ചെയ്യുന്ന പൊതുവെ ഉള്ളതാണ്. അതും അളവ് വളരെ കുറച്ചുകൊണ്ട് തന്നെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ വേറൊരു രുചികരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇപ്പം ഇടുന്നുണ്ട്. അതും ഓർഡർ അനുസരിച്ച് മാത്രമേ ഇടുള്ളൂ. വെച്ചിരുന്ന് പഴകിയൊന്നും തരത്തില്ല. അപ്പം ചെമ്മീൻ ആവശ്യപ്പെട്ട് അന്ന് അച്ചാറുകൾ ഓർഡർ എടുത്തതെല്ലാം യൂട്യൂബിലുണ്ട്, പഴയ വീഡിയോസിൽ. അപ്പൊ എന്തായാലും നിങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓർഡർ എടുക്കുക. വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കും. ഗാർഡൻ സ്പിക്കിൾ എന്ന പേരിലായിരിക്കും ഈ അച്ചാറുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട്. ഓർഡർ ഒരു 10 ദിവസം മുന്നെയെങ്കിലും എടുക്കേണ്ടതാണ്.